ഈ വർഷത്തെ വിഷുബമ്പർ ഭാഗ്യശാലി ആരാണെന്ന് ഇന്നറിയാം. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ്. 12 കോടിയാണ് ഒന്നാം സമ്മാനം. വിപണിയിലിറക്കിയ ടിക്കറ്റുകളിൽ റെക്കോർഡ് വിൽപ്പനയാണ് നടന്നത്. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, നമ്മളിപ്പോൾ പറഞ്ഞ റെക്കോർഡ് വിൽപ്പനയായിരുന്നു. ഏതാണ്ട് 42 ലക്ഷം ടിക്കറ്റുകൾ വിപണിയിലിറക്കിയപ്പോൾ ഏതാണ്ട് 1 ലക്ഷത്തിനടുത്ത് ടിക്കറ്റുകൾ മാത്രമേ ഇനി വിൽക്കാനുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും ഭാഗ്യവാനെ അല്ലെങ്കിൽ ഭാഗ്യവതിയെ ഇന്നറിയാം ഭാഗ്യശാലി എന്നറിയാം എന്നുള്ളതാണ്. ലക്ഷ്മി, കനത്ത മഴയൊക്കെയാണ് സംസ്ഥാന വ്യാപകമായും. അതിനിടയിലും ഒരു ആശ്വാസമായി എല്ലാവരും കാത്തിരിക്കുന്നത് ഇന്ന് വിഷു ബമ്പറിന്റെ ഭാഗ്യശാലി ആരെ എന്നുള്ളതാണ്. പലരും ടിക്കറ്റ് എടുത്ത് കാത്തിരിക്കുകയാണ്. ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ 42,000-ലധികം ടിക്കറ്റുകളാണ് അച്ചടിച്ച് വിപണിയിൽ എത്തിച്ചത്. അതിലിനി 92,000-ൽ താഴെ മാത്രം ടിക്കറ്റുകളാണ് നിലവിലെ കണക്ക് പ്രകാരം നമ്മൾക്ക് മനസ്സിലാകുന്നത്. 92,000-ൽ താഴെ ടിക്കറ്റുകൾ മാത്രമാണ് ഇനി വിറ്റഴിക്കാനുള്ളത് എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം ഗോർഖി ഭവനിൽ ഔദ്യോഗികമായി വിഷു ബമ്പർ നറുക്കെടുക്കാൻ പോകുന്നത്. ധനമന്ത്രി കെ.എൻ. ബാലഗോപാലും ഈ ഒരു ചടങ്ങിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 12 കോടിയാണ് ഒന്നാം സമ്മാനമായി അർഹരായവരിലേക്ക് എത്തുക. ടാക്സ് അടക്കമുള്ള നടപടികൾ പൂർത്തീകരിച്ച് ബാക്കി തുകയായിരിക്കും ഇവരുടെ കൈകളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിനിടയിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ടിക്കറ്റ് വിപണിയിലേക്ക് എത്തി, അത് പൂർണ്ണമായും ആളുകളുടെ കൈകളിലേക്ക് എത്തി എന്നുള്ളൊരു ആശ്വാസം ധനവകുപ്പിനും ഒപ്പം തന്നെ ഭാഗ്യക്കുറി ഡിപ്പാർട്ട്മെന്റിനും ഉണ്ട് എന്നുള്ളത് ആശ്വാസകരമായ വാർത്തയാണ്. മുൻപൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിൽ ടിക്കറ്റ് എടുത്തതിന് ശേഷം അത് അടിച്ചോ ഇല്ലയോ എന്നുള്ളൊരു ആകാംക്ഷ പലരിലും ഉണ്ടാകാറുണ്ട്. തലസ്ഥാന ജില്ലയിലടക്കം ആ ടിക്കറ്റ് ഭാഗ്യശാലി ഉണ്ടായതിനു ശേഷം നമ്മൾ കണ്ടതുമാണ്. വലിയ രീതിയിൽ ചർച്ചയാവുകയും അവരെ ആളുകൾ പൊതിയുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുള്ളത്. സമാനമായ കാഴ്ചകൾ പിന്നീട് പല ബമ്പർ എടുക്കുമ്പോഴും കാണാൻ ഉണ്ടാകാറില്ല എന്നുള്ളതാണ്. കാരണം പലരും രഹസ്യമായി ടിക്കറ്റ് അടിച്ചതിന് ശേഷം മിണ്ടാതെ ബാങ്കിൽ കൊണ്ടുവന്ന് ടിക്കറ്റ് മാറുക അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ട് ഏൽപ്പിക്കുക എന്നുള്ളൊരു നടപടിയിലേക്കാണ്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ഔദ്യോഗികമായി അറിയാം ആരാകും ഇന്നത്തെ ഭാഗ്യശാലി അല്ലെങ്കിൽ ഇത്തവണത്തെ വിഷു ബമ്പറിൽ ആ 12 കോടി ലഭ്യമായിട്ടുള്ള ആ വ്യക്തി എന്നുള്ളത്. ഒപ്പം തന്നെ മൺസൂൺ ബമ്പറിന്റെ ടിക്കറ്റും ഇന്ന് വിപണിയിലേക്ക് എത്തുകയാണ്. ഔദ്യോഗികമായി ധനമന്ത്രി തന്നെ അത് മാധ്യമങ്ങൾക്ക് മുൻപിലും ഒപ്പം തന്നെ ഔദ്യോഗികമായി ലോഞ്ച് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്നാൽ കാത്തിരിക്കുകയാണ് ആരാകും ആ ഭാഗ്യശാലി എന്നുള്ളത്. 12 കോടിയും ആ ഒരു ഭാഗ്യവാനായി കാത്തിരിക്കുകയാണ് കേരളം ഒട്ടാകെ. അത് മാത്രമല്ല 300 രൂപയാണ് ഇത്തവണ ടിക്കറ്റ് വില എന്നുള്ളതാണ്. ആ 300 രൂപ എന്നുള്ളത് വളരെ ചെറിയ തുകയായി തന്നെയാണ് ഓരോരുത്തരും ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ മുഴുവൻ ടിക്കറ്റുകളും ഈ വരുന്ന 2 മണിക്കുള്ളിൽ തന്നെ മുഴുവൻ ടിക്കറ്റുകളും വിറ്റഴിക്കാൻ കഴിയുമെന്നുള്ള ആശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് ഭാഗ്യക്കുറി ഡിപ്പാർട്ട്മെന്റും ഉള്ളത്. ശാലിനി, നാളെയാണെന്ന് പറയാൻ സാധിക്കില്ലല്ലേ? കാരണം ഇന്ന് ഉച്ചയോടെ നറുക്കെടുപ്പ് നടക്കുന്നുള്ളതാണ്. ഇനി ഏതാനും മണിക്കൂറുകൾ കൂടിയുണ്ട് കോടീശ്വരനാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗ്യപരീക്ഷണത്തിന് അവസരം എന്നുള്ളത്. അത് തന്നെയാണ് ലക്ഷ്മി. കാരണം നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളത് ലോട്ടറിയുടെ ആ ഒരു അനൗൺസ്മെന്റ് നാളെയാണ് ഭാഗ്യം എന്നുള്ളത്. പക്ഷേ ഇന്നാണ് ആ ഭാഗ്യം എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി തിരുവനന്തപുരം ഗോർഖി ഭവനിൽ ഔദ്യോഗികമായ നറുക്കെടുപ്പ് നടത്തും. ആ 12 കോടിയുടെ ഭാഗ്യവാനെ കണ്ടെത്താനുള്ള ഓട്ടത്തിലായിരിക്കും പിന്നീട് 2 മണിക്ക് ശേഷം മാധ്യമങ്ങളെല്ലാം ഉള്ളത് എന്നുള്ളതാണ്. എന്തായാലും ആള് രഹസ്യമായിട്ട് അത് കൊണ്ടുവന്ന് മാറുമോ അതോ പരസ്യമാകുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്തായാലും 12 കോടിയാണ് ആ ഭാഗ്യവാന്റെ കൈകളിലേക്ക് എത്തുക. ടാക്സ് അടക്കമുള്ള കമ്മീഷനുകൾ മറ്റ് നടപടികൾ പൂർത്തിയാക്കിയുള്ള തുക ഏകദേശം 35% ടാക്സ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി ബാക്കി തുകയാണ് അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് അല്ലെങ്കിൽ ആ ഭാഗ്യവാന്റെ കൈകളിലേക്ക് എത്താൻ പോകുന്നത്. 1 കോടി രൂപ വീതം 3-ാം സമ്മാനം ലഭിക്കും. 12 കോടി 1-ാം സമ്മാനം, 6 കോടി രൂപയാണ് 2-ാം സമ്മാനമായി ലഭിക്കുക. 3-ാം സമ്മാനമായി 6 പരമ്പരകളിലായി 10 ലക്ഷം രൂപ വീതമാണ് ഭാഗ്യവാന്മാരിലേക്ക് എത്തുക. 5 മുതൽ 9 വരെയുള്ള സമ്മാനങ്ങളുമായി 5000, 2000, 1000, 500, 300 രൂപയും ആളുകളുടെ കൈകളിലേക്ക് എത്തും. അപ്പോൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല, എല്ലാവരുടെ കൈകളിലേക്കും സമ്മാനം എത്തും എന്നുള്ളതാണ് ഭാഗ്യക്കുറി ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും എല്ലാ തവണയും സാധാരണ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നതിനേക്കാളും ആകാംക്ഷയും പ്രതീക്ഷയും ഒക്കെയാണ് ഈ ബമ്പർ നറുക്കെടുപ്പ് നടക്കുമ്പോൾ. അത് പ്രത്യേകിച്ച് ഈ വിഷു ബമ്പർ എടുക്കുമ്പോഴും ഒപ്പം തന്നെ ഓണത്തിന്റെ ബമ്പർ എടുക്കുമ്പോഴും ഒക്കെയാണ് ഏറെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നത്. കാരണം 25 കോടി 12 കോടിയൊക്കെയാണ് ഇതിന്റെ തുക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ 12 കോടി അടിക്കുന്ന ഭാഗ്യവാനെ ഉച്ചയോടുകൂടി നമുക്ക് അറിയാൻ സാധിക്കും, അല്ലെങ്കിൽ വൈകിട്ടോടുകൂടി ആ ഭാഗ്യവാൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും നറുക്കെടുപ്പിനുള്ള നടപടികളൊക്കെ തന്നെ ഭാഗ്യക്കുറി ഡിപ്പാർട്ട്മെന്റ് പൂർത്തിയാക്കുകയാണ്. അതിനു മുൻപ് തന്നെ ഈ 92,000 ടിക്കറ്റുകൾ കൂടി വിപണിയിൽ നിന്ന് വിറ്റഴിക്കും എന്നുള്ളതാണ് അവർ പങ്കുവയ്ക്കുന്ന പ്രതീക്ഷകൾ. ലക്ഷ്മി.